ചില സമയങ്ങളിൽ നുണ പറയാറുണ്ടല്ലേ? ഞാൻ പറയാറുണ്ട്, ചില നിലനിൽപ്പിന് വേണ്ടി, ചില കൂട്ടുകാർക്ക് വേണ്ടി ഒക്കെ ഞാൻ നുണ പറയാറുണ്ട്. പക്ഷെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ കൂടി ഞാൻ വന്ന് നുണ പറയാറില്ല. ഈ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീ ഇപ്പൊ അവരുടെ ഒരു മകൾക്ക് ഗിന്നസ് കിട്ടി. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഫലമായി എൻ്റെ മകൾക്ക് ഗിന്നസ് കിട്ടിയിരുന്നു. അപ്പോൾ ഇന്നലെ നടന്ന ആ വലിയൊരു സംഭവം, ദിവ്യ ഉണ്ണിയും അടങ്ങുന്ന 12,500 പേര്, അതിൽ ദിവ്യ ഉണ്ണിക്ക് മാത്രമാണ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയത്. വിപുലമായ ഒരു സദസ്സിന് മുന്നിൽ ദിവ്യ ഉണ്ണി അത് ഏറ്റുവാങ്ങുന്നതും കണ്ടു. അതിൽ 11,449 പേരിൽ ഒരാൾക്കും കൂടി ഗിന്നസ് കൊടുക്കുന്നത് നമ്മൾ ആരും കണ്ടില്ല. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ആ സമയത്ത് എനിക്ക് അവിടെ ആ പെർഫോമൻസ് കാണാൻ ഒരു ബാഗിങ് ലഭിച്ചു. വേറെ ഒന്നുമല്ല, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി, അവരുടെ മകളുടെ ഡാൻസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ കൂടെ എനിക്ക് പോകാൻ സാധിച്ചു. ആ സ്റ്റേജിലൊന്നും വെച്ചിട്ട് ഞാൻ കണ്ടില്ല ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അമ്മച്ചിയുടെ മകൾക്കും കൂടി ഗിന്നസ് ലോകത്തിൻ്റെ പ്രാർത്ഥനയാൽ കിട്ടിയെന്ന്. ഇനി ദിവ്യ ഉണ്ണി എന്നുള്ള ഉണ്ണിയുടെ കൂടെ ഈ ഉണ്ണിയും ചേർന്നിട്ടാണോ എന്നെനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ പറയുമ്പോൾ, നുണ പറയുമ്പോൾ കുറച്ച് നമ്മളും മറ്റുള്ളവരും ഇതൊക്കെ കാണുന്നതാണെന്നും ഇത് നുണ പറഞ്ഞാൽ ഇത് എത്രത്തോളം വിശ്വാസയോഗ്യത ഉണ്ടാവുമെന്നും ഒക്കെ ചിന്തിച്ചിട്ട് വേണം. അല്ലെങ്കിൽ എൻ്റെ മകൾ ഇത്രയും വലിയൊരു വിപുലമായ സദസ്സിൽ അല്ലെ വിപുലമായ ഈ ഡാൻസ് പ്രോഗ്രാമിൽ പങ്കെടുത്തു, അതിന് ഭാഗ്യം ലഭിച്ചത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വളരെയേറെ നന്നായിരുന്നില്ല. അതിനകത്തൊരു സത്യസന്ധത ഉണ്ടാവുമായിരുന്നു. ഇത് അതല്ലാതെ വന്നിട്ട് പറഞ്ഞ് ഗിന്നസ് കിട്ടിയെന്ന് പറയുമ്പോൾ എന്തൊരു നുണയാണ് അല്ലേ? അപ്പോൾ ഇവർ എല്ലാവരെയും റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ ഇല്ലാത്തതുപോലെ തമ്മനയിൽ എഴുതിയിട്ടിട്ട് അവർ റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. ആരും അതെടുത്ത് റിയാക്ഷൻ ചെയ്യുമെന്ന്, ഈ മകൾക്ക് ഗിന്നസ് കിട്ടി എന്നും പറഞ്ഞിട്ട് റിയാക്ഷൻ ചെയ്യുമെന്നൊന്നും എനിക്ക് അറിയില്ല. എന്നാലും ഈ കണ്ട കാര്യം, ഈ സോഷ്യൽ മീഡിയയിൽ എന്തും വിളിച്ചു പറയാമെന്നുള്ള ആ ഒരു തൻ്റെട, ആ ഒരു ധൈര്യം, അത് കൊള്ളൂല, അത് കള്ളമാണ്. അത് അറിവുള്ളവരും അതിനകത്ത് സാക്ഷിയായവരും ഇപ്പോഴും നമ്മൾ യൂട്യൂബ് ചാനൽ വഴി ആ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ഒരു എന്താ പറയുക, അയ്യേ എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് ഈ വ്യക്തിത്വം ചെന്ന് നിൽക്കുന്നത്. എന്തിനാണ് നുണ പറയുന്നത്? എൻ്റെ മകൾക്ക് ഗിന്നസ് എന്ന് പറയുന്ന അപ്പുറത്തിരിക്കുന്ന പൈപ്പോടെ എടുത്ത് ഇപ്പോഴത്തെ കയ്യിലോട്ട് തന്ന് തിന്നുന്നതാണ് കല എന്ന് ചിന്തിച്ചോ? നിങ്ങളുടെ മകൾ നല്ലൊരു നർത്തകിയായിരിക്കാം, അത് ആ കുട്ടിയുടെ ഭാഗ്യം, അല്ലെ ആ കുട്ടിയുടെ കഴിവ്, അവൾ അതിലെടുത്ത എഫർട്ട്. പക്ഷേ ഒരിക്കലും നുണ പറയരുത് കേട്ടോ. നാളെ ഒരിക്കൽ മാറ്റി പറയേണ്ടി വരും നുണ പറഞ്ഞാൽ, അല്ലേ?